മിശിഹായിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയമക്കളെ, ഇന്നേ ദിവസം ന്യായാധിപന്മാർ 3-ാം അധ്യായം 31-ാം വാക്യം. ബുക്ക് ഓഫ് ജഡ്ജസ് ചാപ്റ്റർ 3 വേഴ്സ് 31. യേഹൂദിന്റെ പിൻഗാമിയും അനാത്തിന്റെ പുത്രനുമായ ഷംഗാർ 600 ഫിലിസ്ത്യരെ ചാട്ട കൊണ്ട് കൊന്നു. അവനും ഇസ്രായേലിനെ രക്ഷിച്ചു. ദൈവത്തോട് ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരാൾ ദൈവമില്ലാതെ സ്വന്തം ശക്തിയിൽ മാത്രം ആശ്രയിച്ച് പ്രവർത്തിക്കുന്ന ഒരു സമൂഹത്തെക്കാൾ ശക്തനാണ്. ശങ്കർ ഏകനായി മുടിങ്കോൽ കൊണ്ട് 600 ഫെലിസ്ത്യരെ പരാജയപ്പെടുത്തി. മനുഷ്യന്റെ ശക്തി, ആ ശക്തിയെ കവിയുന്ന ആത്മീയ ശക്തി ഇടപെടുന്നെന്ന് ഇതിൽ നിന്ന് വ്യക്തമാവുകയാണ്. ദൈവത്തോട് ചേർന്നാണ് നാം ജീവിക്കുന്നതെങ്കിൽ നാം ഒറ്റപ്പെട്ടു പോയി എന്ന് സംശയിക്കേണ്ട ആവശ്യമില്ല. നമുക്കെതിരായി ദുഷ്ടശക്തികൾ എത്ര കൂട്ടുകെട്ടുണ്ടാക്കിയാലും നാം ഭയപ്പെടേണ്ട. ജോസഫ് ഏകനായി ഈജിപ്തിൽ ചെന്നു. ആരും തുണയില്ലായിരുന്നു. ദൈവത്തോടുകൂടി ജീവിച്ചതിനാൽ താൻ പരാജയപ്പെട്ടില്ല. അവസാനം ഈജിപ്തിന്റെ ഭരണാധിപൻ ആയിട്ട് ഉയരുകയാണ്. ശിംസോൺ അഗോന്റെ ക്ഷേത്രത്തിൽ ഏകനായിരുന്നുവെങ്കിലും ദൈവശക്തി ആർജിച്ചപ്പോൾ ക്ഷേത്രം മുഴുവൻ വലിച്ചു താഴെയിട്ട് വലിയ ജനസമൂഹത്തെ ഒരുമിച്ച് നശിപ്പിച്ചു. കർമ്മൽ പർവ്വതത്തിൽ ഏലിയാവ് ഏകനായിരുന്നു. ആഹാബ് രാജാവും ബാലിന്റെ പുരോഹിതരും പ്രവാചകനെതിരെ അണിനിരന്നു. ഏലിയാവ് ബാലിന്റെ പ്രവാചകന്മാരെ മുഴുവൻ കൊന്നൊടുക്കി. സ്വർഗീയ ശക്തി ഏലിയാവിനെ മഹാബലവാനാക്കി. ദാവീദ് ഗോലിയാത്തിനെ വധിച്ചതും ഏകനായിട്ടായിരുന്നു. യഹോവയുടെ ശക്തി ദാവീദിന്റെ ശക്തിയെ ശതക്കണക്കിന് വർദ്ധിപ്പിച്ചു. നാം ഒറ്റപ്പെട്ടവരും ബലഹീനരുമായിരിക്കാം. എന്നാൽ നാം ദൈവത്തോടു കൂടിയാണെങ്കിൽ ശക്തന്മാരാണ്. ദാവീദിന് ഒരു കവണയും ആയുധമായി മാറി. ജർമ്മനിയെ തോൽപ്പിക്കുവാൻ ചർച്ചിലിന്റെ ഉജ്ജ്വല പ്രഭാഷണം ഉപകരണമായിരുന്നു. നമ്മുടെ ആയുധം വിഭിന്നമായിരിക്കാം. 7 താനുള്ള പേനയോ കത്തിവെക്കാനുള്ള സൂചിയോ തയ്യൽ സൂചിയോ ആയിരിക്കാം നമുക്ക് ആയുധം. ഏതായുധമായിരുന്നാലും അത് സാരമില്ല. ദൈവശക്തിയിൽ ആശ്രയിച്ചുകൊണ്ട് പ്രവർത്തിച്ചാൽ ജീവിതം പരാജയപ്പെടുകയില്ല. വിജയം നിശ്ചയമാണ്. ദൈവം നമ്മോടുകൂടിയുള്ളപ്പോൾ നാം ഭൂരിപക്ഷമാണ്. നമ്മുടെ കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങളെല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ടായിരിക്കും. എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.